ഹലോ ഗൈസ്, ഞാൻ ഈ കാര്യമായിട്ട് ഷർട്ടൊക്കെ മടക്കി പോകുന്നത് എന്തിനാണെന്നല്ലേ? ഞാൻ ഇന്നൊരു എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഷോപ്പിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്താണ് ഞാൻ അവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഷോപ്പിലും പോയി ഒരുങ്ങി ഭയങ്കര ഒരുക്കമായിരുന്നു എന്ന്. അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഊബർ ഏട്ടൻ എത്തിയത്. നമ്മുടെ കയ്യിലെ കെട്ടും മണ്ടവും കണ്ടപ്പോൾ തന്നെ ഊബർ ഏട്ടൻ നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ച് പോയി ഗൈസ്. ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഈ വട്ടയും കൊട്ടയൊക്കെ എടുത്ത് ഓട്ടോയിൽ പെറുക്കിയിട്ടു. ഓട്ടോ ചേട്ടൻ ഒരു പ്രശ്നമില്ലാണ്ട് ഞങ്ങളെയും കൊണ്ട് ആ റോഡിൽ കൂടെ പോയി കേട്ടോ. എല്ലാം കഴിഞ്ഞൊരു ടാറ്റയൊക്കെ തന്ന് ചേട്ടൻ അങ്ങ് പോയി. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൾ കണ്ടുപിടിച്ചു. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ക്രിസ്മസ് ഓഫേഴ്സ് ആൾക്കാരിലോട്ട് എത്തിക്കുക, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഡ്യൂട്ടി. അവിടുത്തെ ഏകദേശം ഒരു അറ്റ്മോസ്ഫിയർ ഇതായിരുന്നു കേട്ടോ. ചുറ്റും ഷോപ്പുകളായിരുന്നു, കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. അതായത് ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ജുവൽസ് ഉണ്ടായിരുന്നു. ജുവൽസിൽ തന്നെ പല പല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു 12-12:30 വരെയൊക്കെ ഞങ്ങൾ പിടിച്ചു നിന്നു. പിന്നെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് ഞങ്ങളൊരു അട വാങ്ങിയിരുന്നു. അടയ്ക്കകത്ത് നല്ല ഫില്ലിങ്സ് ഉണ്ടായി കേട്ടോ. നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ട് അതിനെ ഫുള്ള് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണ് ഞാനും അവനും അതിനെ ഉപേക്ഷിച്ചത്. ഒരൊറ്റ അടയിൽ വിശപ്പ് നിൽക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ പിന്നെ ഫീൽഡിലോട്ടൊന്ന് തപ്പി നടന്നു. കുറേ വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഇതിലേത് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാനും അധികം സമയമില്ലായിരുന്നു. ബിക്കോസ് നമ്മളും അവിടെ ഡ്യൂട്ടിക്ക് വന്നതാണല്ലോ. ടൈം അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ബർഗറിൽ അവസാനിപ്പിച്ചു. അവിടെ കുറേ നേരം ഞങ്ങൾ ആ ബർഗറിൽ തന്നെ പിടിച്ച് നിന്ന് കേട്ടോ. അങ്ങനെ ബർഗറൊക്കെ തിന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് നീഡിലൊക്കെ വെച്ച് ഒരു ഫേഷ്യൽ ചെയ്യുന്ന കണ്ടു. അപ്പം ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഡോക്ടറെ ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞു, അതിനെന്താ, ഞാൻ നിങ്ങളുടെ ഫേസിൽ വെച്ച് തരാൻ, നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പണ്ടേ ഇഞ്ചക്ഷൻ ഫോബിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ പരിപാടിക്ക് നിന്നില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിങ്കുവിനെ പിടിച്ചങ്ങിരുത്തി കേട്ടോ. അവൾ ആദ്യത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഞാനോർത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും എന്ന്. ബട്ട് കുഴപ്പമില്ല, നോർമലാണ് കേട്ടോ. നമുക്ക് ആ പേടി കൊണ്ടിട്ടുള്ളൊരു ചെറിയ സാധനമേ ഉള്ളൂ. ബട്ട് എന്നാലും ഇങ്ങനെ ഈ സൂചി ഇങ്ങനെ കുത്തുന്ന കാണുമ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ബട്ട് ഡോക്ടറല്ലേ, ഡോക്ടർ അത് അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തു. അതേപോലെ നമ്മുടെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ ആൾ വെയിറ്റിങ്ങിലാണ്. നമ്മുടെ സ്കിന്നൊക്കെ കൺസൾട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇത് എത്ര നേരം ഫേസിൽ വെക്കണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പ്രിങ്കുവിൻ്റെ ഫേസ് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ നമ്മളുടെ അടുത്ത് പറഞ്ഞത് ഒരു 20 to 40 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പ്രിങ്കു അവിടെ 40 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ പതിയെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റാളിലെ ഈ സാധനമൊക്കെ ഒന്ന് പോയി നോക്കി കേട്ടോ. ഇതൊക്കെ ഫുള്ള് ഹാൻഡ് മെയ്ഡാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഓർക്കും, ഇവർക്ക് എങ്ങനെ ഇത്രയും ക്ഷമ കിട്ടുക എന്നല്ലേ, എങ്ങനെ ഇതിങ്ങനെ തുന്നിയെടുക്കുക. ഞാൻ കുറേ ആലോചിച്ചു, ഇത്ര ക്ഷമയൊന്നും സത്യമായിട്ടും എനിക്കില്ല. ഇത് ഫുള്ള് ഇങ്ങനെ തുന്നിയെടുക്കാൻ തന്നെ എത്ര ദിവസം ഉണ്ടായിട്ടുണ്ടാവും. 900 റുപ്പീസാണ് കേട്ടോ ഇതിനുള്ളത്. ബട്ട് അവരുടെ എത്ര നേരത്തെ വർക്കായതെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ ആവുന്നു. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ചേച്ചി വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞ് ഭയങ്കര സഹകരണമായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് ചേച്ചീൻ്റെ കയ്യിൽ നിന്നൊരു കുഞ്ഞി ക്ലിപ്പുണ്ട്, സ്ലൈഡ്, നല്ല ക്യൂട്ട് സ്ലൈഡാണ്. അതൊക്കെ വാങ്ങി നമ്മൾ ചേച്ചീൻ്റെ അടുത്ത് വിട പറഞ്ഞു. ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോൾ അത് നിറച്ച് ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ആയിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ തന്നെ കേട്ടോ. നമ്മൾ ഈ ഐറ്റത്തിലൊക്കെ അധികം നമുക്ക് എല്ലായിടത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല ശരിക്കും. നമ്മുടെ തൊട്ടടുത്തുള്ള 2-3 സ്റ്റോളിൽ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. ബിക്കോസ് നമുക്ക് ടൈം ലിമിറ്റഡ് ആയിരുന്നു. നമ്മളും അവിടെ പണിയെടുക്കാൻ ചെന്നതാണല്ലോ. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടു. അപ്പോഴാണ് എനിക്ക് ഈ മുതലിനെ കിട്ടിയത് കേട്ടോ. ചേച്ചി ഇവിടെ എന്ത് വിൽക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്ത് വന്നത് കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കൂട്ടായി കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ നടന്നു പോയപ്പോൾ മിററിൻ്റെ മുന്നിൽ ഭയങ്കര ഒരു ആക്ഷൻ ഡ്രാമ നടക്കുന്നുണ്ടായി. ഞാൻ ഈ വീഡിയോ എടുക്കുന്നൊന്നും ആൾ അറിഞ്ഞിട്ടുകൂടി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ രാവിലെ ഒരു 11:30 വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 8:30 ആയി. ഞാനും എൻ്റെ ക്രൂവും വല്ലാണ്ട് ക്ഷീണിച്ചിരുന്നു. അപ്പം പോകാനായപ്പോഴാണ് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഈ വെറൈറ്റി നെയിമിലുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കണമെന്ന് ഞങ്ങൾ ചിന്തിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് പോയി ടേസ്റ്റ് ചെയ്തേക്കാമെന്ന് കരുതി. അതിൻ്റെ പേര് കുംബോച്ചെ അങ്ങനെയായിരുന്നു കേട്ടോ അതിൻ്റെ പേര്. എനർജി ഡ്രിങ്കാണ് ആക്ച്വലി. ബട്ട് അത് കുടിച്ച് കഴിഞ്ഞപ്പം എവിടെയോ കിട്ടിയിട്ടുള്ളൊരു ടേസ്റ്റ്. സംഭവം ആക്ച്വലി ഒരു ബിയറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ അവർ തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു, ബിയർ കിട്ടാതെ വരുമ്പോൾ ചില ആൾക്കാർ അത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് എന്നൊക്കെ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു മധുരം അങ്ങനത്തെയൊക്കെ ഒരു ടേസ്റ്റ്. ഞാനും അവരും എല്ലാവരും അത് കുടിച്ചു കേട്ടോ. നന്നായിരുന്നു, ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ നമ്മൾ അത്യാവശ്യം അവിടെ എല്ലാവരുടെ അടുത്തും ബൈയൊക്കെ പറഞ്ഞു നേരെ ഊബർ എടുത്തു. നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഷോപ്പിലെത്തുക, നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റൊക്കെ തിരിച്ച് ഷോപ്പിൽ കൊണ്ട് വയ്ക്കുക, നേരെ വീട്ടിൽ പോവുക. ഇത് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. അങ്ങനെ കുറേ ഡ്രൈവിന് ശേഷം നമ്മൾ ഷോപ്പിലെത്തി ഗൈസ്. അപ്പോൾ ഗുഡ് നൈറ്റ്.